2 ദിവസം മുന്നേ ഗോവിന്ദചാമി ജയിൽ ചാടിയ സമയത്ത് കാണിച്ച ഗോഷ്ടികൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആയിട്ടാണ് മമു എന്ന് പറയുന്ന പയ്യന്റെ ഇന്റർവ്യൂ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അടുത്ത വീട്ടിലെ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു പയ്യൻ, നാട്ടിലുള്ള വീടുകളുടെ ജനലുകൾ അടിച്ചു പൊട്ടിക്കാറുണ്ടെന്നും ഒളിഞ്ഞു നോക്കാറുണ്ടെന്നും കാര്യമില്ലാതെ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ ആദർശ വീരനായി പറയുന്ന ഒരു വ്യക്തിയാണ് ഇവർ എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്ത പോലെ ഇന്റർവ്യൂ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഞെട്ടിച്ച മറ്റൊരു കാര്യം, വളരെ ആധികാരികമായി ഒളിഞ്ഞു നോക്കിയ വിശദാംശങ്ങളും മറ്റുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആങ്കറെയാണ്. ഇന്റർവ്യൂ ചെയ്യാനുള്ള വ്യക്തികളെ ഇവർ എന്ത് മാനദണ്ഡത്തിലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ ചെക്കൻ ചെയ്തത് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഞരമ്പ് രോഗം. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ചെയ്തിട്ടും ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിങ്ങളുടെ അമ്മയോ പെങ്ങളോ കുളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുത്തൻ ചെയ്താൽ പാവം, അവൻ അറിവില്ലാത്തവനാണ്, അറിയാത്ത പ്രായത്തിൽ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമോ? അവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, അതിനേക്കാൾ മുന്നേ ചോദിക്കാനുള്ളത്, ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകൾക്ക് എന്ത് മാന്യതയാണുള്ളത് എന്നാണ്. 18ാമത്തെ വയസ്സിൽ തന്നെ ഒളിച്ചോടി വിവാഹം കഴിച്ച പെൺകുട്ടിയോട് അവരുടെ വിശുദ്ധ പ്രണയത്തെ പറ്റിയും അവരുടെ ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി ചോദിച്ച് മനസ്സിലാക്കി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന വെറൈറ്റി മീഡിയ പോലുള്ള മാധ്യമങ്ങൾക്ക് എന്ത് മാന്യതയാണ് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്? ഈ മമുവിന്റെ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഒക്കെ മനസ്സിൽ തങ്ങളെയാണ് ഒളിഞ്ഞു നോക്കിയത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉടലെടുക്കും. ഒരു മനുഷ്യൻ ഏറ്റവും പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവൻ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്നത്. ഈ നാട്ടിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക? ഇതുപോലുള്ള നരാധവന്മാരുടെ അഴിഞ്ഞാട്ടങ്ങളെല്ലാം സഹിച്ചു വേണം ഓരോ പെൺകുട്ടിയും അവരുടെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഈ സമൂഹത്തിൽ ജീവിക്കാം. ഇതെല്ലാം തന്നെ ഓരോരോ ലൈംഗിക വൈതൃകങ്ങളാണ്. ഒരു സീരിയസ് ക്രൈമാണ് ഇത്ര ഫൺ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധം ആ പയ്യനില്ല. ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കും തീരെ വകതിരിവില്ല എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യ. ഇത്രയും ഇന്റർവ്യൂ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ത്രീ ഈ രീതിയിൽ പെരുമാറിയത് ഒട്ടും നന്നായിട്ട് തോന്നിയില്ല. ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കും എന്നുള്ളൊരു ബോധം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും.